Hello dear children, very good morning to all of you and welcome back to our maths class. In the previous class we learned before, after, between, ascending and descending order. Is it? And today we are going to learn addition of tens. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെൻസിൻ്റെ അഡീഷൻ ആണ്. Okay? Let's look some examples. Look at the first one. Here you can see 2 tens plus 1 10. അതായത് 2 ടെൻസിനെ 1 ടെന്നുമായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എത്ര ടെൻസ് ആണ് കിട്ടുക? അതായത് രണ്ടും എത്രയാണ്? 2 ടെൻസ് ഉണ്ട്, പിന്നെ ഒരു 1 ടെന്നും ഉണ്ട്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 2 plus 1 എത്രയാണ്? 2 plus 1 is 3. So we get 3 tens. അതായത് 2 ടെൻസിനോട് 1 10 ആഡ് ചെയ്യുകയാണെങ്കിൽ we get 3 tens. ഓക്കെ, ഈ 2 ടെൻസ് എന്ന് പറയുന്നത് 2 ടെൻസ് എന്നാൽ എന്താണ്? 2 ടെൻസ്, 2 പത്തുകൾ. ആൻഡ് 1 ടെൻ ഈസ് ഒരു 10. അപ്പോൾ 2 ടെൻസും 1 ടെന്നും ചേരാണ്. മൊത്തത്തിൽ എത്ര ടെൻസ് ആണുള്ളത്? 3 ടെൻസ്. 2 ടെൻസ് എന്ന് പറഞ്ഞാൽ 2 ടെൻസ്, അതായത് 10 plus 10. 10 plus 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 20 അല്ലേ? 10 plus 10 എന്ന് പറഞ്ഞാൽ 20. അതായത് 2 ടെൻസ് എന്ന് പറഞ്ഞാൽ 10 plus 10 ദാറ്റ് ഈസ് 20. കേട്ടോ? 2 ടെൻസ് എന്ന് പറഞ്ഞാൽ 20. ആൻഡ് 1 10, ഒരു 10 എന്ന് പറഞ്ഞാൽ there is 1 10 that is 10. So we get 10. അതായത് 20 plus 10 is equal to 30. 20യുടെ കൂടി 10 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 30 ആണ് കിട്ടുക. അതായത് 2 ടെൻസ് എന്ന് പറഞ്ഞാൽ 20, 1 10 എന്ന് പറഞ്ഞാൽ 10. ദാറ്റ് ഈസ് 20 plus 10 is equal to 30. 30യിൽ എത്ര 10 ആണുള്ളത്? അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് 3 tens. അതായത് 2 tens plus 1 10 is equal to 3 tens. 3 tens എന്ന് പറഞ്ഞാൽ 10 plus 10 plus 10. 10നെ 3 തവണ ആഡ് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടുക? 30 കിട്ടുന്നത്. അതായത് 3 tens ആണ് 30. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. 3 tens plus 2 tens. 3 ടെൻസിൻ്റെ കൂടി 2 ടെൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 plus 2 is equal to 5. That is 5 tens. Okay, 3 tens എന്ന് പറഞ്ഞാൽ 30. 3 tens എന്ന് പറഞ്ഞാൽ 10 plus 10 plus 10. 3 ടെൻസ് ചേരുമ്പോഴാണ് 30. 2 ടെൻസ് എന്ന് പറഞ്ഞാൽ 20. 2 ടെൻസ് എന്ന് പറഞ്ഞാൽ 2 ടെൻസ്. 2 ടെൻസ് ചേരുമ്പോഴാണ് we get 20. That is 30 plus 20 is equal to 30യുടെ കൂടി 20 കൂടി ആഡ് ചെയ്യുമ്പോൾ we get 50. 30യുടെ കൂടി 20 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 50 ആണ് കിട്ടുന്നത്. അതാണ് നമ്മൾ നേരത്തെ എഴുതിയത് 5 tens. 5 tens എന്ന് പറഞ്ഞാൽ 50. 5 tens എന്ന് പറഞ്ഞാൽ 5 tens. 10നെ 5 തവണ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. 2 tens plus 2 tens. 2 ടെൻസിൻ്റെ കൂടി 2 ടെൻസ് കൂടി ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് 2 plus 2 is equal to 4. ദാറ്റ് ഈസ് 4 tens. ടു ടെൻസിൻ്റെ കൂടി 2 ടെൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ we get 4 tens. 2 tens means 10 plus 10. 2 tens എന്ന് പറഞ്ഞാൽ 10നെ 2 തവണ ആഡ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 20. അപ്പോൾ ഇവിടെയും 2 tens തന്നെയാണ്. സോ 20. 20 plus 20 is equal to 40. That is 4 tens means 40. 4 tens എന്ന് പറഞ്ഞാൽ 4 times 10നെ ആഡ് ചെയ്യുന്നതാണ്. That is 40. Okay, let's look addition of tens.
more clearly using vertical addition. So look at the board. Look at the first one. 20 plus 10. നമ്മൾ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും 20 plus 10 നിങ്ങൾക്ക് വെർട്ടിക്കൽ അഡീഷൻ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് വെർട്ടിക്കൽ അഡീഷൻ ചെയ്യേണ്ടതെന്ന്. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ പൊസിഷൻ ഓഫ് വൺസ് ആൻഡ് ടെൻസ്. നിങ്ങൾക്ക് അറിയാം വൺസിൻ്റെ പൊസിഷൻ ഏതാണ്, ടെൻസിൻ്റെ പൊസിഷൻ ഏതാണെന്ന്. സോ ദിസ് ഈസ് ദി പൊസിഷൻ ഓഫ് വൺസ് ആൻഡ് ദിസ് ഈസ് ദി പൊസിഷൻ ഓഫ് ടെൻസ്. ഇത് വൺസിൻ്റെ പൊസിഷനും ഈ കാണുന്നതോ കോളം ഇത് ടെൻസിൻ്റെ പൊസിഷനും. ഓക്കെ, നമ്മളിത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വൺസിൻ്റെ പൊസിഷനിലുള്ള നമ്പേഴ്സിനെ ഒരുമിച്ച് ആഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ താഴെയായിട്ട് എഴുതുക. പിന്നെ ടെൻസിൻ്റെ പൊസിഷനിലുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്യുക, താഴെ എഴുതുക. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. വൺസിൻ്റെ പൊസിഷനിൽ ദർ ഈസ് 0 and 0. വൺസിൻ്റെ പൊസിഷനിൽ രണ്ടും 0 ആണ്. സോ 0 plus 0 എത്രയാണ്? 0 itself അല്ലേ? 0 plus 0 is 0 itself. So we have to write 0 here. അപ്പോൾ നമ്മൾ നേരെ വൺസിൻ്റെ പൊസിഷന് താഴെയായി 0 എഴുതി. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ടെൻസ് ആണ്. ദർ ഈസ് 2 and 1. ടെൻസിൻ്റെ പൊസിഷനിൽ 2 and 1. 2 plus 1 is equal to 3. So we get 30. 20 plus 10. 20 plus 10 is equal to 30 എന്ന് നമുക്ക് കിട്ടി. Okay, moving to the next one. 30 plus 10. ഇനി 30യുടെ കൂടി നമുക്ക് 10നെ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ വൺസിൻ്റെ പൊസിഷനിൽ we have zeros. വൺസിൻ്റെ പൊസിഷനിൽ 0 ആണുള്ളത്. That is 0 plus 0 is equal to 0 itself. 0 plus 0 is 0. ടെൻസിൻ്റെ പൊസിഷനിൽ we have 3 and 1. ടെൻസിൻ്റെ പൊസിഷനിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 3 and 1. So you have to add 3 plus 1. You have to add 3 and 1. We get 3 plus 1 is equal to 4. So we get 40. That is 30 plus 10 is equal to 40. Understand? Moving to the next one. 60 plus 20. 60യുടെ കൂടി 20 ആണ് ആഡ് ചെയ്യേണ്ടത്. വൺസിൻ്റെ പൊസിഷനിൽ നേരത്തെ പോലെ തന്നെ സീറോസ് ആണുള്ളത്. So we have to add 0 and 0. That is 0 plus 0 is equal to 0 itself. 0യുടെ കൂടി 0 ആഡ് ചെയ്താൽ 0 തന്നെയാണ് കിട്ടുക. So we have to write 0 here and moving to the tens position. ടെൻസിൻ്റെ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ we have 6 and 2. So we have to add 6 plus 2. That is 6, 7, 8. 6 plus 2 is equal to 8. So have to write 8. We get 80. നമുക്ക് 80 ആണ് കിട്ടിയത്. That is 60 plus 20 is equal to 80. This is how to do addition of tens. അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഇനി നമുക്ക് 3 നമ്പേഴ്സിൻ്റെ കൂടി നോക്കാം. നമുക്കറിയാം it is in the same way of two numbers. two numbers ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സെയിം വൺസിൻ്റെ പൊസിഷൻ ആഡ് ചെയ്ത് താഴെ എഴുതുക. ദെൻ ടെൻസിൻ്റെ പൊസിഷനിലുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്ത് താഴെ എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. ഹിയർ ഓൾസോ ഹാവിങ് ദ പൊസിഷൻ ഓഫ് വൺസ് ക്യാരിങ് സീറോസ്. ഇവിടെ എല്ലായിടത്തും സീറോസ് തന്നെയാണ്. സോ വി ഹാവ് ടു ആഡ് 0 plus 0, that is 0 itself. Then again have to add the 0 with this 0. ഈ സീറോസ് ആഡ് ചെയ്യുക, ദെൻ ഈ സീറോയുടെ കൂടി ആഡ് ചെയ്യുക. അതായത് ഇവിടെ 3 സീറോസ് ആണ്. സീറോസിനെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. അപ്പം നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഇല്ല. നേരെ ആഡ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. 0 എത്ര ആഡ് ചെയ്താലും നമുക്ക്
0 തന്നെയായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ടെൻസിൻ്റെ പൊസിഷൻ നോക്കാം. ഹിയർ ഹാവിങ് 1, 2 ആൻഡ് അഗെയിൻ 1. ഇവിടെ 1നെ ആഡ് ചെയ്യണം, 2 ഉണ്ട്, പിന്നെ 1 ഉണ്ട്. ഫസ്റ്റ് യു ഹാവ് ടു ഡു 1 + 2. ആദ്യം നമ്മൾ ആദ്യത്തെ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2 + 1 അല്ലെങ്കിൽ 1 + 2. 1 + 2 is equal to എത്രയാണ്? We know that 3. 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇവിടെ നമുക്ക് 2നെയും 1നെയും കൂടി ആഡ് ചെയ്തപ്പോൾ 3 കിട്ടി. ആ 3യെ ഇവിടെ നമുക്ക് ബാലൻസ് ഉള്ള 1ൻ്റെ കൂടി ആഡ് ചെയ്യാം. 3യെ ആണ് നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിൻ്റെ കൂടി ഈ നമ്പറിനെ ആഡ് ചെയ്യുക. അതായത് 3യുടെ കൂടി 1നെ ആഡ് ചെയ്യുക. We get 3 + 1 is equal to 4. So we get 40. Okay. Next one. Here also having 0. So here 0. And here 2 + 2 is equal to 4. ഇവിടെ 2നെയും 2നെ ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. ആ 4നെ 1ൻ്റെ കൂടി ആഡ് ചെയ്യുക. That is 4 + 1, 5. We get 50. So 20 + 20 + 10 is equal to 50. 20, 20, 10. ഇത്രയും നമ്പേഴ്സിനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 50 കിട്ടി. Move to the next. 30 + 10 + 20. അടുത്ത നമുക്ക് 30, 10 and 20 ആണ് ആഡ് ചെയ്യേണ്ടത്. Here also 0. And here in the position of tens carrying 3, 1 and 2. ഇവിടെ 3, 1, 2 ആണുള്ളത്. 3 + 1 is equal to 4. ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആയ 3യെയും 1നെ ആഡ് ചെയ്തു. We get 4 and we have to add the 4 with 2. ആ 4നെ നമുക്ക് 2 ആയിട്ട് ആഡ് ചെയ്യണം. That is 4, 5 and 6. 4 + 2 is equal to 6. We have to write 6 here and we got 60. നമുക്ക് എത്രയാണ് കിട്ടിയത്? 60. That is 30 + 10 + 20 is equal to 60. Understand? This is the way how to do the addition of tens. I hope you all understand. This is all for today. Let's meet in the next class. Thank you.